ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ചായ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതാ ചായയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാന്ന്. പിന്നെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ 2 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിന്. ഇടയ്ക്കൊക്കെ മൂഡ് വരുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാം. ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂഡ് വരുമ്പം അപ്പം ചെയ്യും. അന്നേരം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. വീഡിയോ എടുത്തിട്ടാണെങ്കിൽ ഒരുപാട് ലേറ്റാവും. പിന്നെ ചെയ്ത് തീർക്കാനും ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മൂഡ് വന്ന് അപ്പാടെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നെന്തായാലും ഒന്ന് അടിച്ചുവാരി തുടക്കുക, അങ്ങനെ നമ്മൾ ഡെയിലി റൂട്ടീനില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും പറയണ്ട, ഒന്നും ചെയ്യാനുള്ള മൂഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ അത് ആ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടിച്ചുവാരി മൊത്തം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് റൂം മാത്രമല്ല ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതേ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മക്കളുള്ളവർക്കറിയാം എന്തായാലും മൊത്തത്തിലൊന്ന് അലങ്കോലാക്കി ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പോലെ തന്നെയായിരിക്കും കേട്ടോ അവസ്ഥ. എന്നാലും ആ ഒരു ടൈമിൽ സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് മഴയാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോസ് ഇടാൻ തരുന്നതും വോയിസ് ഓവർ കൊടുക്കാനൊന്നും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. മഴയുടെ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മോൻ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ മോനെ എണീറ്റപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും എൻ്റെ ബാക്കി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഓൻക്കുള്ള ഫുഡ് കൊടുക്കലാന്ന്. കുറേ ഒന്നും കഴിക്കൂല കേട്ടോ. ആളൊരു 2 പ്രാവശ്യമൊക്കെ വാങ്ങിക്കുള്ളൂ. പിന്നെ അത്രയെങ്കിലും അത്ര വിചാരിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ചെറിയ കുട്ടികളല്ലേ, അവരങ്ങനെയൊക്കെയല്ലേ ഫുഡ് കഴിച്ചിട്ടൊന്ന് ശീലാവുക. അപ്പോൾ ഇതാ ഓൻക്കും പിന്നെ മോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അവർക്ക് 2 ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടില്ല, വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ച മഴയൊക്കെ പെയ്യല്ലേ, അപ്പോൾ പിന്നെ ഒരു കുക്കീസൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന്. പിന്നെ മക്കളും 2 ദിവസമായിട്ടാണ് പറയാൻ തുടങ്ങിയിട്ട് അവർക്ക് കുക്കീസൊക്കെ വേണമെന്ന്. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.25 കപ്പ് അളവിൽ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലും ചെയ്തെടുക്കാം, അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അത്രയും നെയ്യ് എടുത്തിട്ട് ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെയില്ലേ ഞാനിപ്പോൾ ഓയിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അത് അതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വാനില എസൻസ് കേട്ടോ, അതൊരു ഫ്ലേവറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനത് ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആദ്യം മറന്നു പോയിട്ടുണ്ടായിന്. പിന്നെ ഇതിലേക്ക് കുറച്ച് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കാം. മൈദയുടെ അളവ് പറയുന്നില്ല, നമുക്ക് എത്രയാണോ കുഴച്ചെടുക്കാൻ വേണ്ടത് അത്രയും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ചെയ്യുമ്പോൾ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ടൈറ്റ് ആയിട്ടല്ല, എന്നാൽ ഒത്തിരി ലൂസായിട്ടും അല്ല കേട്ടോ. ആ ഒരു ഉരുട്ടിയെടുക്കുമ്പോൾ ക്രാക്സ് ഒന്നും വീഴാണ്ട് അങ്ങനെ കിട്ടണം കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്. അപ്പം വേണ്ടത്ര നോക്കിയിട്ട് മൈദയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ തന്നെ ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് എയർ ഫെയറിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ, ഒരു പാത്രത്തിലേക്ക് റിങ്ങൊക്കെ ഇറക്കി വെച്ചിട്ട് അതിന് മുകളിലൊരു അലുമിനിയം ട്രേ വെച്ച് കൊടുക്കാം. ഇത് ഉരുട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാനിപ്പം പെട്ടെന്ന് തന്നെ എയർ ഫെയറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്ന. ഒരു 10 മിനിറ്റൊക്കെ മതി. ആ ഒരു ടൈം കൊണ്ട് തന്നെ നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ടാവും. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം, ഒരു ടൈമൊക്കെ നോക്കിയിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അതാകുമ്പോൾ കാണാനും നല്ല രസമുണ്ടാവില്ലേ. ഈ ഒരു റെസിപ്പിയിൽ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഞാനതൊന്ന് എയർ ഫെയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേക്കായി വന്നേ പിന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനില്ലേ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്ത സമയത്തിൽ അതൊന്ന് കുറച്ചൊന്ന് ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു 1-2 സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് കൂടിപ്പോയാൽ ഇതുപോലെ ഒരു ബ്രൗൺ കളറായി പോവും. പക്ഷെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്.
ഇവിടെ മോൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചുവിന് പിന്നെ ഇത് കിട്ടിയാൽ മതി, ഓളി തന്നെ കഴിച്ചുകൊണ്ടെന്നോളും. അപ്പോൾ പിന്നെ അത് കൊടുത്തപ്പോൾ പിന്നെ ആൾ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനില്ലേ ജസ്റ്റ് ഇത് മോൻക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൻക്കും നല്ലോണം ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ കുറേ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ബിസ്ക്കറ്റ് അല്ലേ. പിന്നെ കുറച്ച് മാത്രം കൊടുത്ത് ഒരു ചെറിയ പീസേ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഓൻക്ക് വേണ്ടിയിട്ടില്ലേ ഞാൻ പഴം വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്കൊന്നും ചെയ്യില്ല, എന്നാലും നമ്മളൊരു സമാധാനത്തിന് ഇങ്ങനെ കുറച്ച് നിർബന്ധിച്ചിട്ട് കൊടുത്താൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ വാങ്ങും, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ അത് നമ്മുടെ കുക്കീസ് ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഇപ്പം ഇത്രയും ഉണ്ടെന്നേ ഉള്ളൂ. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് അങ്ങ് കാലിയായിക്കോളും. അത്രയും വേഗം ഉണ്ടാക്കിയാൽ കഴിഞ്ഞോളൂ കേട്ടോ. നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കുന്ന സമയത്ത്. ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് കേട്ടോ ഇതെടുത്ത് വെക്കണ്ടേ. ചൂടോടെ കഴിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചൂടൊക്കെ ആറിയിട്ടാകുമ്പോഴായിരിക്കും നല്ല കറക്റ്റ് ടേസ്റ്റിൽ വരിക. പിന്നെ ഞാനിതിൽ രാത്രിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായ. നിസ്കാരം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിൽ മോനിക്ക് വേണ്ടിയിട്ട് ഓട്സാണ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ഒരു 2-3 സ്പൂൺ അത്രയും ഓൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ആൾ നിർത്തിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇനി ഇത് ഫുൾ കഴിച്ച് തീർക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് കേട്ടോ. അത്ര മാത്രമേ ഓൻ കഴിക്കുള്ളൂ. വലിയ ആളാക്കിയിട്ട് ഞാൻ ഇത്രയും വലിയ ബോൾ നിറച്ചുണ്ടാക്കിയേ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കലാന്ന്. ബട്ടർ ചിക്കനും പിന്നെ നമ്മൾ റുമാലി റൊട്ടിയില്ലേ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത്, അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ ലാസ്റ്റ് ഇവിടെ കിടക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കലാന്ന്. ഞാൻ കിടക്കുമ്പോഴേക്കില്ലേ ഇവിടെ ഉമ്മയാലും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. കുറച്ച് ലേറ്റാവും മക്കളൊക്കെ ഉറങ്ങുമ്പോഴേക്ക്. അപ്പോൾ പാത്രങ്ങൾക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിച്ചണൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ മക്കളെല്ലാം ഉറങ്ങാനായിട്ട് ഒരു 12:30 ആവും. ബാക്കി എല്ലാവരും നേരത്തെ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളില്ലേ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ചെറിയൊരു സ്മൈലെങ്കിലായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, വേണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ടും റെസിപ്പീസൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.